ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി ആശുപത്രി തകർന്നു. കുറഞ്ഞത് 47 പേർക്ക് പരിക്കേറ്റു. ഒരു പ്രധാന ആശുപത്രി ഉൾപ്പെടെയുള്ള പ്രധാന സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതിനെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഇനി നിലനിൽക്കാൻ അനുവദിക്കാനാകില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഇനി ജീവിക്കാൻ അനുവദിക്കാനാകില്ല എന്ന് കാറ്റ്സ് പറഞ്ഞതായാണ് വിവരം. ഇസ്രായേലിനെ നശിപ്പിക്കണമെന്ന് ഖമേനി പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ആശുപത്രികൾക്ക് നേരെ വെടിയുതിർക്കാൻ അദ്ദേഹം വ്യക്തിപരമായി ഉത്തരവിട്ടു. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ നാശം ഒരു ലക്ഷ്യമായി അദ്ദേഹം കണക്കാക്കുന്നു എന്ന് ഇസ്രായേൽ കാറ്റ്സ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്തരമൊരു മനുഷ്യനെ ഇനി നിലനിൽക്കാൻ അനുവദിക്കില്ല. ഭയാനകമായ ഹോളോകോസ്റ്റിന്റെ സമയത്ത് ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലനിന്നിരുന്നുവെങ്കിൽ, ശക്തമായ ഇസ്രായേൽ പ്രതിരോധ സേന നിലനിന്നിരുന്നുവെങ്കിൽ, ജൂതവിദ്വേഷിയായ ഹിറ്റ്ലറെ പിടികൂടാൻ IDF-നെ ബങ്കറിലേക്ക് അയക്കാൻ നമുക്ക് കഴിയും. അദ്ദേഹം നയിച്ച ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതി പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ അത് ചെയ്യുകയും IDF-നെ അയച്ച് അദ്ദേഹത്തെ പുറത്താക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ ഖമേനി ആധുനിക ഹിറ്റ്ലറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.